നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 809th day. Today 31st sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 809 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 8ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യങ് ഋഷിഷു യാദസു തദത്യന്തവിഡംബനം. ഓം തത്സത്. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യങ് ഋഷിഷു യാദസു തദത്യന്തവിഡംബനം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ കർത്തു ആത്മന അജസ്യ അകർത്തു ആത്മന തിര്യങ് ഋഷിഷു യാദസു ജന്മ യാദസു തിര്യങ് ഋഷിഷു യാദസു തത് അത്യന്ത വിഡംബനം. യാദസു തത്ത് അത്യന്ത വിഡംബനം. അങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് വിശ്വാത്മൻ സർവസ്വരൂപനായിട്ടിരിക്കുന്നവയെ അജസ്യ ജനനമില്ലാത്തവനും അകർത്തു കർത്താവല്ലാത്തവനുമായ ആത്മന ആത്മാവിനും തിര്യങ് ഋഷിഷു തിര്യക്ക് മനുഷ്യൻ ഋഷി ഇവരിലും യാദസു ജലജന്തുക്കളിലും ജന്മ ജനനവും കർമ്മജ പ്രവൃത്തിയും കർമ്മ ച പ്രവൃത്തിയും എന്നത് യാതൊന്നോ തത്ത് അത് അത്യന്ത വിഡംബനം ഏറ്റവും അനുകരണം. അതായത് എല്ലാമായി വിളങ്ങുന്ന അല്ലയോ പരമപുരുഷ, അവിടുന്ന് അന്തര്യാമിയവും ജനനമില്ലാത്തവനും ആയിട്ടുള്ള അവിടുന്ന് പന്നി മുതലായ തിര്യക് ജാതിയിലും ശ്രീരാമനായിട്ട് രാജസ്വരൂപത്തിൽ മനുഷ്യവർഗത്തിലും വാമന സ്വരൂപേണ ഋഷിവർഗത്തിലും മത്സ്യാദി രൂപത്തിൽ ജലജന്തുക്കളിലുമൊക്കെ ജന്മമെടുത്ത് അതാത് പ്രവൃത്തി ചെയ്തത് കർമ്മം ചെയ്യുവാൻ കേവലം സൃഷ്ട്യാദി ലീലകളെ നടത്തുവാൻ വേണ്ടിയാണ്. ലീലകൾ അവിടുത്തെ ലീലകൾ മാത്രമാണ്. ആ ലീലകൾ അറിയുവാൻ അവിടുത്തെ മാത്രമേ അറിയുകയുള്ളൂ. രാഗദ്വേഷം ഉള്ള ഈ മനുഷ്യവർഗങ്ങൾക്ക് അവിടുത്തെ ലീലകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുകയില്ല എന്ന് പറയുകയാണ് ദേവി. സൃഷ്ട്യാദി ലീലകളെ നടത്തണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് ഭഗവാൻ ഇപ്രകാരമെല്ലാം ചെയ്തത് എന്ന് പറയുകയാണ്. അല്ലാതെ ഭഗവാൻ ഒന്നിനും കർത്താവുമല്ല, ഒന്നും ചെയ്യണമെന്നുമില്ല, ആദ്യ ജനനം ഇല്ലാത്തവനുമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറുതെ ഒരു ലീലയ്ക്കായിട്ടാണ് എന്ന് പറയുകയാണ് കുന്തിദേവി. ശ്ലോകം ഒരിക്കൽ കൂടി. ജന്മ കർമ്മജ വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യങ് ഋഷിഷു യാദസു തദത്യന്ത വിഡംബനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.